ഹലോ ഗൈഡ്സ്, ഇന്ന് കുറച്ച് നാട്ടുമാമ്പഴം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് മാമ്പഴത്തിൻ്റെ തൊലിയെല്ലാം ക്ലീനാക്കി അതിലേക്ക് ഇട്ടു. ഒരു 6-7 മാമ്പഴം ഞാൻ അതിലിട്ട് കൊടുത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ശർക്കരപ്പാനി ഒഴിച്ച് 1 ടീസ്പൂൺ നെയ്യും ഒഴിച്ച് ഒന്നുകൂടി ഇളക്കി നന്നായി അതൊന്ന് വേവിച്ച് ആ വെള്ളം വറ്റിച്ചെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് ആവശ്യമുണ്ട്. അതിനൊരു അര കപ്പ് നാളികേരം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് തൈര് എന്നിവ മാത്രം ചേർത്ത് നന്നായി മഷി പോലെ അരച്ചെടുക്കുക. ആ അരപ്പ് അതിലേക്ക് വെന്ത മാമ്പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി തീയൊന്ന് കുറച്ച് വെക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് നല്ലൊരു വറുത്തിടാം. നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കടുക്, ഉലുവ, ഉണക്കമുളക്, നല്ല പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കതിലേക്ക് വറുത്തിടാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി മാമ്പഴ പുളിശ്ശേരി. നാവിൽ കൊതിയൂറും നല്ല ടേസ്റ്റും ഉണ്ടാവുന്ന ഒരു വിഭവമാണ് മാമ്പഴ പുളിശ്ശേരി. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ മാമ്പഴക്കാലത്ത് നമുക്ക് ഇത് ഉണ്ടാക്കാം. കുറച്ച് മുളക് പൊടിയും കൂടി നമുക്കതിലേക്ക് ലാസ്റ്റ് തീ ഓഫാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറിയിലേക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. മാമ്പഴ പുളിശ്ശേരി ഇതവിടെ തയ്യാറായി. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ഉപ്പും മധുരവും എരിവും 3ഉം കൂടി ചേർന്ന ഒരു ടേസ്റ്റാണ്. അടിപൊളിയാണ്. ഈ മാമ്പഴം ചോറിലേക്കിട്ട് നന്നായി കുഴച്ച് കഴിക്കുക. അപ്പം എങ്ങനെയാണ്? ബൈ.